പേര് നോക്കിയിട്ടാണോ നിങ്ങൾ ചെക്കനെ ഫിക്സ് ചെയ്തത് ആദ്യം തന്നെ? അയ്യോ അങ്ങനെയൊന്നുമല്ല. അത്രയ്ക്ക് പേരിന് മാച്ച്. നമ്മളും അതിന് ശേഷം എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് കൂടുതൽ. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് കേസാണ്. ഞാൻ ഇന്ന് വീണ്ടും എൻ്റെ സ്വന്തം കൊല്ലത്താണുള്ളത്. ഇന്ന് എനിക്കൊരു ഹാപ്പി ബ്രൈഡൽ മേക്ക് ഓവർ, ഓഫ് കോഴ്സ് അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രൈഡ് പായൽ സന്തോഷ്, കൊല്ലക്കാരിയാണ്, പക്ഷെ മസ്കറ്റിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഒരു കൊച്ചു സുന്ദരി. അപ്പോൾ നമുക്ക് പായലിനെയും കാണാം, പായലിൻ്റെ ഫുൾ ഫാമിലിനെയും പരിചയപ്പെടാം. സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് നമ്മുടെ പായൽ സന്തോഷ്. ഹായ് പായൽ, വാട്ട് യു ഡു? I work actually in Muscat, sir. മസ്കറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. How do you feel now? I feel excited. I feel nervous. It's a mix of emotions actually. Of course, അല്ലേ? മൂത്ത മോളാണ് അല്ലേ? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു? അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നു, അമ്മ അച്ഛൻ ടീച്ചറായിരുന്നു, ഇപ്പം ഹൗസ് വൈഫ്. മോളുടെ കല്യാണമൊക്കെ ആയിട്ട് തിരക്കിൽ നിൽക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് മോളുടെ സെക്കൻഡ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓൾറെഡി നമ്മൾ റിസപ്ഷൻ ചെയ്തു. ഹൗ യു ഫീൽ? അത് നല്ലതായിരുന്നു. എല്ലാവരും നല്ല കോംപ്ലിമെന്റ്സ് വന്നു. എല്ലാവരും ചോദിച്ചു ആരാ മേക്കപ്പ് ചെയ്യുന്നത്. ഭയങ്കര അമ്മയ്ക്കൊക്കെ ഭയങ്കര ട്രഡീഷണൽ ലുക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ശരി, അപ്പൊ ഇന്ന് നമുക്ക് ട്രഡീഷണൽ ലുക്കിലോട്ട് പോകാം. എന്താ പയ്യന്റെ പേരെന്താ? പവൻ. അത് കൊള്ളാലോ പേര്. മാട്രിമോണി വെഡിങ്. ചേച്ചി, അപ്പൊ മാട്രിമോണിയില് പേര് നോക്കിയിട്ടാണോ നിങ്ങൾ ചെക്കനെ ഫിക്സ് ചെയ്തത് ആദ്യം തന്നെ? അയ്യോ അങ്ങനെയൊന്നുമല്ല. അത്രയ്ക്ക് പേരിന് മാച്ച്. നമ്മളും അതിന് ശേഷം എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് കൂടുതൽ. പവനും പായലും മാച്ച് ആവുന്നുണ്ട്. ഭയങ്കര രണ്ടിനും ഒരു നോർത്ത് ഒരു ടച്ച് ഉണ്ട്. അത് നോക്കുമ്പോ തന്നെ ഭയങ്കര അത് നോക്കിയെടുത്തത് പോലെ. അതിന് ശേഷമാണ് നമ്മൾ നോട്ടീസ് ചെയ്തത് കൂടുതൽ. 26 years ആയിട്ട് ഞങ്ങൾ മസ്കറ്റിലാണ്. ഹസ്ബൻഡ് മോർ ദാൻ 34 years ആയി മസ്കറ്റിൽ തന്നെ. മോളൊക്കെ ജനിച്ചതും വളർന്നതും ഒക്കെ മസ്കറ്റിൽ തന്നെയാണ്, പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ്. ഈ പവനും അവിടെ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. പൊട്ടപ്പൊക്കെ മസ്കറ്റാണ്. ഇപ്പം ജോലി മാത്രമേ ഉള്ളൂ ദുബായിൽ. ഞാൻ കരയത്തില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ പോകുന്ന വെച്ച് ഞാൻ ഇന്ന് കരയത്തില്ല. ഇങ്ങനെ പറയുന്ന ആദ്യം കരയുന്നു. ആരാണ് കൂടുതലും മോളുമായിട്ട് അറ്റാച്ച്ഡ്? അത് ഏട്ടനാ. അല്ല, കരച്ചിൽ മൊത്തം അമ്മയ്ക്ക്. ഏട്ടൻ അങ്ങനെ കരയൂല. അമ്മ ഒട്ടും കരയരുത്. ഇല്ല, എന്റെ മേക്കപ്പ് പോവും, അതുകൊണ്ട് ഞാൻ കരയൂല. മോള് തന്നെ പറഞ്ഞു, അമ്മ കരയില്ല അമ്മ, നമ്മള് മേക്കപ്പ് ആലോചിച്ചാ മതി. നമ്മൾ ഒത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വെച്ചു മോൾക്ക് വികാസിനെ തന്നെ മതി, വേറെ ആരെയും വിളിക്കത്തില്ല, വികാസിനെ തന്നെ കിട്ടണേ. ഞാൻ വിളിക്കുമ്പോൾ കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എന്തായാലും കിട്ടി, നമുക്ക് സന്തോഷമായി.
അപ്പം ഹാപ്പി ആണല്ലോ അല്ലേ? നീ ഹാപ്പി എന്താ